പ്രശാന്തേട്ടാ, നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇടത് വലത് മുന്നണികൾ, പ്രത്യേകിച്ചും കോൺഗ്രസും LDFും ഈ കാര്യം കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു. ഇതൊക്കെ പറയാൻ കാരണം രാജസ്ഥാനിൽ ഏറ്റവും കിടിലനായിട്ടുള്ളൊരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ എതിരെ മറ്റ് പല സംസ്ഥാനങ്ങളും ഈ കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത് വരാൻ വേണ്ടിയിട്ട് എത്ര നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും? കേരളത്തിൽ അത് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിലും അത് നടപ്പാക്കേണ്ടതാണ്. വലിയ തോതിൽ അത് ജനങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ഈ നിർബന്ധിത മതപരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ ഈ സ്വാധീനിച്ച് പ്രീണിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനം നടത്തുന്നതും കുറ്റകൃത്യമാണ്. ഇപ്പോൾ ഈ രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമം അതാണ്. രാജസ്ഥാൻ ക്യാബിനറ്റ് മന്ത്രിസഭ അത് പാസ്സാക്കിയിട്ട് അവരത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അവിടെ മൃഗീയ ഭൂരിപക്ഷം രാജസ്ഥാനിലുള്ളത് കൊണ്ട് അത് പാസ്സാകും. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ആൻറ്റി കൺവേർഷൻ ബിൽ, മതപരിവർത്തന നിരോധന നിയമം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈർവ, അദ്ദേഹമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹം പറയുന്നു, ഈ ബില്ല് കുറ്റവാളികൾക്ക്, അതായത് നിർബന്ധിതമായോ പ്രലോഭിപ്പിച്ചോ ആരെയെങ്കിലും മതം മാറ്റാൻ ശ്രമിച്ചാൽ ആ കുറ്റവാളികൾക്ക് 1 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാം. ഒന്നാമത്തെ കാര്യം. അത് അവരിൽ നിന്ന് മറ്റ് നിയമ നടപടികളും അതിനെ തുടർന്നുണ്ടാകും. ഇത് ആൾക്കാരെ വഞ്ചിച്ചും തട്ടിച്ചും എന്താ പറയണ്ടേ മതം മാറ്റുന്നതിന് എതിരെയാണ് ഈ നിയമം. ഇപ്പോൾ ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ പല സംസ്ഥാനങ്ങളിലും ആ നിയമം ഉണ്ടല്ലോ. ലവ് ജിഹാദിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തനത്തിനെതിരെ അതൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ UPയിലും മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ആ നിയമങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഈ നിയമം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഇവിടെയും അതൊക്കെ കുറ്റകൃത്യമായിട്ട് ഗണിക്കും, അതിനെ കണക്കിലെടുക്കും എന്നാണ്. ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മ അദ്ദേഹം പറയുന്നു, ഈ ബില്ല് ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും. അതായത് അയാളെ ഏതെങ്കിലും വിധത്തിൽ വഞ്ചിച്ചോ പറ്റിച്ചോ മതം മാറ്റാൻ ശ്രമിക്കുന്നതിനെ തടയുന്നതാണ്. സ്വമേധയാ നല്ല ബോധ്യത്തോടുകൂടി ഒരാളിന് മതം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിൽ ഞങ്ങൾ കൈകടത്തില്ല. അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. എന്നാൽ അതേസമയം നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും സ്വാധീനിച്ചും മതം മാറ്റാനുള്ള ശ്രമം നടത്തിയാൽ, ഭീഷണിപ്പെടുത്തിയും മതം മാറ്റാനുള്ള ശ്രമം നടത്തിയാൽ അത് തീക്കളിയാകും. ഇത് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് എന്താ പറയുക, തെറ്റായ വിവരങ്ങൾ നൽകി സമ്മർദ്ദം ചെലുത്തി, അതുപോലെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്ത്, പണം, ജോലി ഇതൊക്കെ വാഗ്ദാനം ചെയ്ത്, അല്ലെങ്കിൽ വിവാഹം വാഗ്ദാനം ചെയ്ത്, നീ മതം മാറിയാൽ ഞാൻ കല്യാണം കഴിച്ചോളാം, അതൊരു വാഗ്ദാനമാണ്. അതാണല്ലോ ഈ ലവ് ജിഹാദിൽ കുറ്റകൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നതാണ്. അല്ലാതെ ഒരു ഹിന്ദു മുസ്ലിം പ്രേമം പാടില്ലെന്നല്ല. ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി നീ മതം മാറണം, നീ മതം മാറിയാൽ ഞാൻ കല്യാണം കഴിച്ചോളാം, പ്രേമിച്ചു കഴിഞ്ഞതിന് ശേഷം മതം മാറിയാൽ പെണ്ണിൻ്റെ അടുത്ത് കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നതാണ് കുറ്റകൃത്യമാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് രാജസ്ഥാൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആണ്. അവിടെ പലതരത്തിൽ ഇത്തരത്തിലുള്ള മതപരിവർത്തന ലോബികളും മതപരിവർത്തന ശക്തികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ലക്ഷ്യമിട്ട് തന്നെയാണ് അത്തരത്തിൽ ആൾക്കാരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകിയും ഒക്കെ മതപരിവർത്തനം നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമായിട്ട് പറയുന്നു. അത് ഈ നിയമത്തിൻ്റെ പേരവർ കൊടുത്തിരിക്കുന്നത് തന്നെ ദ രാജസ്ഥാൻ പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ബിൽ 2024. വളരെ വ്യക്തമാണ്. ആ ബില്ലിൽ തന്നെ അതിൻ്റെ പേര് കൃത്യമായിട്ടുണ്ട്.
ഇത് നിയമവിരുദ്ധമായി മതപരിവർത്തനം ചെയ്യുന്നതിനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിയമവിധേയമായി മതപരിവർത്തനം ചെയ്യാം എന്നാണ്. നിയമത്തിനനുസൃതമായിട്ട് ചെയ്യാം. നിയമവിരുദ്ധമായി ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ വിവരമറിയും. നിയമപ്രകാരം ഒരു ഹിന്ദു ആയിരിക്കുന്നവന് വേണമെങ്കിൽ മുസ്ലിം ആകാം, ക്രിസ്ത്യാനിയാകാം, ക്രിസ്ത്യാനിക്ക് ഹിന്ദു ആകാം, മുസ്ലിമിന് ക്രിസ്ത്യാനിയാകാം, എന്തും ആകാം. പക്ഷേ അത് നിയമപ്രകാരം ആയിരിക്കണം. അല്ലാതെ ഈ വാഗ്ദാനങ്ങൾ കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അതൊന്നും നടപ്പുള്ള കാര്യമല്ല മോനെ എന്നാണ് രാജസ്ഥാൻ സർക്കാർ വ്യക്തമായിട്ട് പറയുന്നത്. ഇനി ഈ ശർമ്മ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബില്ല് ഒരാളിൻ്റെ എന്താ പറയണ്ടേ മതസ്വാതന്ത്ര്യം, മതവിശ്വാസ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നു, അതിനെ സംരക്ഷിക്കും. അതിനൊരിക്കലും അവർ പിന്നെ ഈ മതം ഒരു വെല്ലുവിളിയല്ല. അതായത് ഒരാൾ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു, ആ ആളിന് ആ മതത്തിൽ വിശ്വസിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അയാളെ എന്തിനാണ് പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നത്? അതിനെയാണ് എതിർക്കുന്നത്. ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നത് എന്തിനാണ്? ഏതെങ്കിലും വിധത്തിൽ വാഗ്ദാനങ്ങൾ കൊടുത്ത് മതം മാറ്റുന്നത് എന്തിനാണ്? സമ്മർദ്ദം ചെലുത്തി മതം മാറ്റുന്നത് എന്തിനാണ്? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് നിയമം കൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ നേരിടും എന്നാണ് ശർമ്മ പറയുന്നത്. ഒരാളിന് ഇതുപോലെ ഈ ഇല്ലീഗൽ ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒക്കെ ഇല്ലീഗലായിട്ട് ഇങ്ങനെ നിയമവിരുദ്ധമായി മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് കോടതിയിൽ പോകേണ്ടി വരും. തീർച്ചയായിട്ടും അതിലേക്ക് നടപടി ഉണ്ടാവും. ഒരു അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ മതം മാറിയുള്ള വിവാഹം നിയമവിരുദ്ധമാണ്. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കോടതി അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. അതിനുള്ള ക്ലോസ്, അതിനുള്ള കാര്യങ്ങൾ ഈ നിയമത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എത്ര കൃത്യമാണ് പറയുന്നത്. ഈ രാജസ്ഥാൻ്റെ നിയമ പാർലമെൻ്ററി കാര്യ മന്ത്രി ജോഗാറാം പട്ടേൽ, അദ്ദേഹവും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് രാജസ്ഥാൻ്റെ സമഗ്രമായ വികസനം, വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തികളുടെ മതവിശ്വാസ സ്വാതന്ത്ര്യം, മതേതരത്വം ഇതെല്ലാം സംരക്ഷിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ അയാളുടെ എന്താ പറയണ്ടേ പേര്, ഈ കുടുംബ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ നിയമം ഇതുവരെ പ്രാബല്യത്തിലില്ല. ഇവിടെ പലതരത്തിൽ ഈ മതപരിവർത്തന ശക്തികൾ ഈ പാവപ്പെട്ട ആൾക്കാരെ, അറിവില്ലാത്ത ആൾക്കാരെ പല വിധത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് വടക്കോട്ട് പോയാൽ, നമ്മുടെ എന്താ പറയണ്ടേ, ഇവിടെ ഉത്തരേന്ത്യൻ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ആദിവാസികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് ഇത് നേരിട്ടറിയാൻ പറ്റും. പലപ്പോഴും ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാനിത് നേരിട്ട് ഉത്തരേന്ത്യൻ യാത്രക്കിടയിൽ. അപ്പോൾ ഇവരെ പലതും പറഞ്ഞ് ഇതുപോലെ എന്താ പറയുക കബളിപ്പിച്ച്, നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ല, ഈ ദൈവത്തിന് ശക്തിയുണ്ട്, ഇങ്ങോട്ട് വരൂ, പണം തരാം, നിങ്ങൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകാം, ഇങ്ങനെയെല്ലാം പറഞ്ഞ ആൾക്കാരെ മതം മാറ്റുന്നത് ഉത്തരേന്ത്യയിൽ വളരെ വ്യാപകമായിരുന്നു. വ്യക്തമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ മതം മാറ്റം നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെന്നാണ്. ക്രിസ്ത്യാനികൾ ഇത് ചെയ്യുന്നില്ല. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നേ, പണത്തിന്. ഇപ്പോൾ ഈ ഹിന്ദുക്കൾ, ഭാരതത്തിലുള്ള ഹിന്ദുക്കൾ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ, അവർക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല, വെളിയിൽ നിന്ന് വേറെ ഫണ്ടൊന്നും വരാനില്ല. അവർക്ക് അങ്ങനെ മതത്തിലേക്ക് ആളെ കൂട്ടിയിട്ട് കാര്യവുമില്ല. പക്ഷേ ഈ പറയുന്ന സെമറ്റിക് മതങ്ങളെല്ലാം ഈ മതപരിവർത്തനം രാജ്യത്ത് നടത്തുന്നുണ്ട്. അവരുടേതായ രീതിയിൽ തീർച്ചയായിട്ടും അവരിത് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിനെ പല സംസ്ഥാനങ്ങളും നിയമം മൂലം നിരോധിച്ചിട്ടുമുണ്ട്. നിയമപരമായി ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ല, നിയമപരമായി ചെയ്യുന്നതിൽ തെറ്റില്ല. ഒരാൾ തൻ്റെ പൂർവിക മതത്തിലെ, നിലവിലെ മതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പുതിയൊരു മതത്തിലേക്ക്, എനിക്ക് ആ മതത്തിൽ വിശ്വാസം ഉണ്ടായിട്ട് പ്രവേശിക്കുന്നു. ഇതങ്ങനെയല്ല. ജോലി കിട്ടാൻ വേണ്ടി ഈ മതം മാറിപ്പോയ ആൾക്കാർ തിരിച്ച് ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് വേണ്ടി വരുന്നു. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി വലിച്ചു കീറി രണ്ടായിട്ട് കൈ കൊടുത്തു, അല്ലേ? അതങ്ങ് പോയി പറഞ്ഞാൽ മതി. ഇവിടെ അത് നടക്കില്ല. നിങ്ങൾക്ക് മതം മാറിയാൽ മാറിയത് തന്നെ. തിരിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ജാതി സംവരണം വഴി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് പോയി ആ വേല നടക്കില്ല എന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു.
അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലെമ്പാടും ഇങ്ങനത്തെ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് സമഗ്രമായ നിയമനിർമ്മാണമാണ് ആവശ്യം. അത് കേന്ദ്രത്തിലും ഇപ്പം ഇതിൽ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനൊക്കെ അറുതി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിന് വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിർബന്ധിതപൂർവമാണോ ഈ മതം മാറ്റിയത് എന്ന് പലപ്പോഴും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷണ ഏജൻസികൾക്ക് പോലും പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു നിർബന്ധിതപൂർവമായിരിക്കും മതം മാറ്റിയിട്ടുണ്ടാവുക, പക്ഷെ ആ പെൺകുട്ടി ആളുകളുടെ പ്രലോഭനം മൂലം ഇത് പറയാൻ തയ്യാറാവില്ല. ഞാൻ ഇഷ്ടപ്രകാരമാണ് പോയത്. അത്തരം ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ചില കേസുകളിലൊക്കെ. അതെ, അപ്പൊ ഇത് ആ ഒരു വിഷയം ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അതാണ്. ഇത് എങ്ങനെ ഇത് നിർബന്ധപൂർവ്വം, അതുകൊണ്ടാണ് അത് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണവും തുടർന്ന് നടപടിയും മറ്റ് സംസ്ഥാനങ്ങൾ നിയമപ്രകാരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിന് നിയമമുണ്ട് അവിടെയൊക്കെ, പോലീസിന് അത് അന്വേഷിക്കാം. ഇവിടെ അത് പോലീസിന് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മളും ആ മാർഗത്തിൽ നിയമം നിർമ്മിക്കേണ്ടതാണ്. അത് വരും കാലങ്ങളിൽ അത് നിയമം നിർമ്മിക്കപ്പെടും. അത് കുറച്ച് നീണ്ടുപോയാലും അത് നിയമം മൂലം അങ്ങനെ വരാതിരിക്കാനുള്ള എന്താ പറയണ്ടേ, അത് ഒരുപാട് താമസിപ്പിച്ചിരുന്നാലും അതിനെ തടയാൻ പറ്റില്ല. അത് വരും, എന്തായാലും കേരളത്തിലും വരും. അതെ.